ഐഫോണിൽ നിന്ന് വിൻഡോസിലേക്കും ആൻഡ്രോയിഡിലേക്കും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്പായിരുന്നു ലോക്കൽ സെറ്റ്. എന്നാൽ ചില സമയത്ത് അതിനൊരു കണക്റ്റിംഗ് ഇഷ്യൂസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വേറൊരു ആപ്പാണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു ആപ്പിന്റെ പേര് പറഞ്ഞേക്കാൻ പോലെ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്ക്. ഇതുപോലുള്ള അടിപൊളി കണ്ടന്റ്സ് ഡെയിലി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നമ്മൾ ഈ പറയാൻ പോകുന്ന ആപ്പ് എനിക്ക് ആപ്പിളിന്റെ എയർ ഡ്രോപ്പുമായിട്ട് ഒരുപാട് സിമിലാരിറ്റി തോന്നി. കാരണം അത്രയ്ക്കും സ്മൂത്ത് ആണ് ഇതിലെ ഫയൽ ട്രാൻസ്ഫേഴ്സ്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിനെ പറ്റിയാണ്. ഈ ഒരു ആപ്പ് ഐഫോണിലും മാക്ബുക്കിലും വിൻഡോസിലും ആൻഡ്രോയിഡിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. മാത്രമല്ല പരസ്പരം എല്ലാം തമ്മിൽ കോമ്പാറ്റബിൾ ആണ്. സോ ഈ ഒരു ആപ്പ് സെറ്റപ്പ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. നമ്മൾ പ്ലേ സ്റ്റോറിനോ ആപ്പ് സ്റ്റോറിനോ അല്ലെങ്കിൽ വിൻഡോസിന്റെ മൈക്രോസോഫ്റ്റ് സ്റ്റോറിനോ നമ്മൾ ഈ ഒരു ആപ്പ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം നമ്മളൊന്ന് സൈൻ ഇൻ ചെയ്യാനുണ്ട്. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, ഒരേ മെയിൽ ഐ ഡിയിൽ സൈൻ ചെയ്ത ഡിവൈസുകളായിരിക്കും ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ മെയിൽ ഐ ഡി വെച്ച് നമ്മൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ തന്നെ ഏതൊക്കെ ഡിവൈസുകൾ അതിൽ ഉണ്ടെന്നുള്ളത് നമുക്ക് ആപ്പ് തുറന്നാൽ കാണാൻ സാധിക്കും. ആപ്പിനകത്ത് വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഡിവൈസ് സെലക്ട് ചെയ്തുകൊണ്ട് അതിലേക്ക് സെൻഡ് ഫയൽസ് എന്നുള്ള ഓപ്ഷൻ വഴി നമുക്ക് ഫോട്ടോസോ ഫയൽസോ വീഡിയോസോ എന്ത് വേണമെങ്കിൽ ഈസി ആയിട്ട് ഷെയർ ചെയ്യാം. ഈ ഒരു ഫയൽ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഷെയർ ചെയ്യാണ്. നമ്മൾ ഓൾറെഡി ബ്ലിപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കണ്ട, ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു സിസ്റ്റം നമ്മുടെ ഫയൽ റിസീവ് ചെയ്യുന്നതും വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഡാറ്റ ട്രാൻസ്ഫർ ആവുന്നതും കാണാൻ സാധിക്കും. അപ്പോൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഫോട്ടോസ് എടുത്ത് അത് സെൻഡ് ചെയ്യാൻ ചോദിക്കുമ്പോൾ എയർ ഡ്രോപ്പ് ഇല്ലല്ലോ എന്ന് പറയുന്ന ഫ്രണ്ടിനോട് ഈ ഒരു ആപ്പിനെ പറ്റി സംസാരിക്കുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയും ബൈ.